സർക്കാർ ഉത്തരവോ പ്ലാനോ ഇല്ലാതെയാണ് സംസ്ഥാനത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പദ്ധതി നടപ്പാക്കിയതെന്ന് സംബന്ധിച്ച് വിനോദസഞ്ചാര വകുപ്പ്. കരാർ കമ്പനികളുടെ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല, സുരക്ഷാ സംവിധാനങ്ങൾ സംബന്ധിച്ചും പ്രത്യേക മാനദണ്ഡങ്ങളൊന്നും തയ്യാറാക്കിയിരുന്നില്ലെന്നാണ് വിനോദസഞ്ചാര വകുപ്പ് വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ വ്യക്തമാക്കുന്നത്. ഒരു വിനോദസഞ്ചാര ഉൽപ്പന്നം എന്ന നിലയിൽ സഞ്ചാരികൾക്ക് പുതിയ അനുഭവം നൽകാൻ ലക്ഷ്യമിട്ടുന്ന വലിയ പ്രഖ്യാപനവുമായാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളെ പരിചയപ്പെടുത്തിയത്. പുതിയ പദ്ധതി എന്നോണം കൊട്ടിയാഘോഷിച്ചായിരുന്നു ഉദ്ഘാടനവും. ബേക്കൽ റിസോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ കാസർഗോഡും മറ്റു ജില്ലകളിൽ DDPCയുടെ ചുമതലയുമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പദ്ധതി വൻ നേട്ടമെന്ന് പ്രചരിപ്പിക്കുമ്പോഴും ടെൻഡർ നടപടികളിലോ കമ്പനികളുടെ തെരഞ്ഞെടുപ്പിലോ പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്തവും ടൂറിസം വകുപ്പ് എടുത്തിട്ടില്ല. മാസ്റ്റർ പ്ലാനില്ല. പാരിസ്ഥിതിക ഘടകങ്ങൾ പരിശോധിക്കാനോ പദ്ധതിക്ക് പ്രവർത്തന മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാനോ ശ്രമിച്ചിട്ടില്ല. സുരക്ഷ ഉറപ്പാക്കാൻ എന്ത് നടപടിയുണ്ടെന്ന ചോദ്യത്തിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന കാര്യം പരിഗണനയിൽ എന്നു മാത്രമാണ് മറുപടി. അതായത് പദ്ധതി നടത്തിപ്പ് മുതൽ വരുമാന ശേഖരണം വരെയുള്ള കാര്യങ്ങളിലെ ഉത്തരവാദിത്തം അതാത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകൾക്കുണ്ടെന്നുകൂടി വ്യക്തമാക്കുന്നതാണ് വിവരാവകാശ രേഖ. വർക്കല അപകടത്തിന് പിന്നാലെ കരാർ കമ്പനിയെ കുറ്റപ്പെടുത്തി കൈകഴുകുകയായിരുന്നു DDPC. വർക്കലയിൽ അപകടമുണ്ടായ പാലം ആദ്യം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത് അടിമലത്തുറയിലാണ്. അന്നത്തെ DTPC സെക്രട്ടറിയായിരുന്ന ഷാരോൺ വീട്ടിലിന്റെ നേതൃത്വത്തിൽ നടന്ന ആ നീക്കം പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്നാണ് ഉപേക്ഷിച്ച് വർക്കലയിലേക്ക് മാറ്റിയത്. ഡിസംബർ 29-നായിരുന്നു ഉദ്ഘാടനം. ആഴ്ചകൾക്കകം അപകടവുമുണ്ടായി. ഇതിനിടയ്ക്ക് DTPC സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയ അതേ ഉദ്യോഗസ്ഥൻ ടൂറിസം മന്ത്രിയുടെ ഓഫീസിലെ ഉന്നത തസ്തികയിലാണ്. വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടമുണ്ടായ ശനിയാഴ്ച ശക്തമായ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കിട്ടിയിരുന്നില്ലെന്നാണ് ആദ്യം ആൻഡമാൻ കമ്പനിയായ ജോയ് വാട്ടർ സ്പോർട്സിന്റെ വാദം. അപ്രതീക്ഷിതമായുണ്ടായ തിരയിൽ ആളുകൾ ഒരു വശത്ത് തിങ്ങിക്കൂടിയതാണ് അപകടത്തിനിടയാക്കിയതെന്നായിരുന്നു കമ്പനിയുടെ വിശദീകരണം. സർക്കാർ ഏജൻസികൾ കമ്പനിയെ പഴിക്കുമ്പോഴാണ് കമ്പനിയുടെ ഒഴിഞ്ഞുമാറൽ ഉണ്ടായത്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നിലനിന്ന ശനിയാഴ്ചയാണ് വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിലായത്. ശക്തമായ തിരയിൽപ്പെട്ട് പാലത്തിന്റെ കൈവരി തകർന്നായിരുന്നു അപകടം. പക്ഷേ അന്നുയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന ഒരറിയിപ്പും തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ലെന്നാണ് കമ്പനിയുടെ വാദം. സാധാരണ കോസ്റ്റൽ പോലീസോ ഗാർഡുകളോ മുന്നറിയിപ്പ് തരുന്നതനുസരിച്ച് പാലത്തിൽ സഞ്ചാരികളെ കയറ്റുന്നത് നിർത്തിവെക്കാറുണ്ടെന്നുമായിരുന്നു കമ്പനിയുടെ ടെക്നിക്കൽ ഹെഡായ R രാജേന്ദ്രന്റെ വാദം. തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ജോയ് വാട്ടർ സ്പോർട്സ് കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കലയിലേത്. ആൻഡമാനിലടക്കം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ നിർമ്മിച്ച് പരിചയമുണ്ടെന്നായിരുന്നു കമ്പനി പറഞ്ഞിരുന്നത്. അഡ്വഞ്ചർ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെട്ട ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ചുമതല ടൂറിസം പ്രൊമോഷൻ കൗൺസിലും അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിക്കുമാണ്. അനുമതികൾ തേടിയത് DTPC ആണെന്നാണ് കരാർ കമ്പനി വിശദീകരിച്ചത്. DTPCയും അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയും കരാർ കമ്പനിയും അപകടമുണ്ടായപ്പോൾ കൈമലർത്തുകയാണുണ്ടായത്. അധികൃതർ പരസ്പരം കൈയൊഴിയുമ്പോഴും അപകടം ഒരു വലിയ ദുരന്തമായി മാറാതിരുന്നത് മാത്രമാണ് ആശ്വാസം. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.